കഴിഞ്ഞ 5 മാസക്കാലമായി ഈ പണിമുടക്കിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. പണിമുടക്കിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ സഹകരിക്കുക. ഈ പണിമുടക്കിന്റെ പ്രത്യേകത, കൃഷിക്കാരും ഈ പണിമുടക്കിന്റെ ഭാഗമായിട്ടുണ്ട്, കർഷക തൊഴിലാളികളുമുണ്ട്, എല്ലാ മേഖലയുള്ളവരുണ്ട്. 5 മാസക്കാലത്തെ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ വിഭാഗം ആളുകളോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കും. അന്ന് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പുറത്തിറങ്ങി, ഇതിപ്പോൾ ഇന്നലെ അർദ്ധരാത്രി തുടങ്ങി, ഇന്ന് അർദ്ധരാത്രി വരെ ഒരു ദിവസം എല്ലാവരും സഹകരിക്കണം. ഈ പണിമുടക്ക് സമരത്തെ തന്നെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ, പണിമുടക്കിനെ പരാജയപ്പെടുത്തത്തക്ക നിലയിൽ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ ഇക്കാലമത്രയും ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങളുണ്ടാവും. അത്രേ ഉണ്ടായിക്കുള്ളൂ. വേറെ ആക്രമണവും അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതിന്റെ ഭാഗമായി തയ്യാറാണ്. ഞാൻ ഇവിടെ സംസാരിച്ചെങ്കിലും കേട്ടില്ലേ? BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ സഹകരിക്കാൻ തയ്യാറായാൽ അവരുമായി യോജിക്കാൻ തയ്യാറാണ്. ആരാ തടസ്സം എന്നുള്ളത് അവരോട് അന്വേഷിച്ച് നോക്ക്. ഞങ്ങൾക്കറിയില്ല. ഇവിടെ ഇപ്പൊ ഐക്യത്തിന് INTUC ഉണ്ട്, ഐക്യത്തിന് AITC ഉണ്ട്, CITU ഉണ്ട്. ഇന്ത്യയിലെ 10 കേന്ദ്ര യൂണിയൻ സംഘടനകളുണ്ട്. STU സംഘടന കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന. കേരളത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറാണ്. ഇപ്പോ അവര് ഈ യോജിച്ച പ്രചാരണ പ്രവർത്തനങ്ങളിൽ അവർ സഹകരിക്കുന്നില്ല. INTUCയും STU ഞങ്ങളാരും അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെ രാഷ്ട്രീയ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ പ്രകടനം ഉൾപ്പെടെ യോജിച്ച് നടത്താം എന്ന് ഞാൻ INTUCയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജീവിനോട് ഞാൻ ഇന്നലെ രാവിലെ പ്രസ് ക്ലബിന്റെ മുമ്പിൽ വെച്ച് ഞാൻ സംസാരിച്ചതാണ്. അദ്ദേഹം അതിനെ തിരിച്ചറിഞ്ഞാണ്. അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല. അവരെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നമാണത്. ആ നിലപാട് തിരുത്തി കഴിഞ്ഞാൽ അവർക്ക് യോജിക്കാൻ കഴിയും. അതിൽ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളത് കാര്യമാക്കുന്നില്ല. അവരിനിയും സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇനിയും സഹകരിക്കാം. ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന ഈ പ്രശ്നങ്ങളിൽ ഐക്യ ട്രേഡ് യൂണിയന്റെ ഭാഗമായി BMS സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ സഹകരിപ്പിക്കുന്നതിന് ഇവിടെയുള്ള ഐക്യ ട്രേഡ് യൂണിയൻ തയ്യാറാണ്. ദേശീയ തലത്തിൽ തന്നെ, ഞാനിവിടെ കോഴിക്കോട്ടുകാർ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ യോജിപ്പിക്കാൻ തയ്യാറാണ്. അവർ ഈ ഡിമാൻഡിനൊന്നും അവർ എതിർക്കുന്നില്ല, പക്ഷേ സമരത്തിലില്ല. അതുകൊണ്ട് BMS ആയിട്ട് സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അത് സഹകരിക്കണമെന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക്. ഇന്നലെ അതിനുശേഷം നോട്ടീസ് കൊടുത്തതല്ല, മുമ്പേ കൊണ്ട് നോട്ടീസാണ്. സാധാരണ നിലയിൽ മന്ത്രിക്കല്ല നോട്ടീസ് കൊടുക്കേണ്ടത്. അതെനിക്കറിയില്ല, അത് അവരോട് ചെയ്യും. ഞാൻ ആ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഒരു പ്രതികരണം നടത്താൻ തയ്യാറാവുന്നില്ല. എനിക്ക് എൻ്റെ നിലപാടുണ്ട്, എൻ്റെ രാഷ്ട്രീയമായ നിലപാടുണ്ട്, CITUവിൻ്റെ നിലപാടുണ്ട്. ആ നിലപാടെല്ലാം ഞാൻ നിലനിർത്തുകയാണ്. ഞാനിവിടെ പരസ്യമായി അത്തരം പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു വിവാദത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. അവിടെയെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച നടത്തി ഭാവിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരമാവധി കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. അല്ല, അത് അങ്ങനെ ചോദിക്കരുത്. അതൊക്കെയുള്ള സാധനങ്ങൾ അതെങ്കിലും ഞങ്ങൾക്ക് വിട്. ഇത് നോക്കിയിട്ട് കടയോ എനിക്കറിയില്ല. നിങ്ങളും കേട്ടതാണ്, ഞാനും കേട്ടതാണ്. അല്ല, വാർത്തയിൽ ചില വിഷ്വലിന്റെ സ്ഥിതിയല്ല നമ്മൾ സാധാരണ നിലയിൽ മനസ്സിലാക്കുന്നല്ലേ, നിങ്ങൾക്കറിയല്ലോ. അങ്ങനെ ഭീഷണിപ്പെടുത്തി കടയടപ്പിക്കുന്ന നിലപാടൊന്നും എടുക്കാൻ സാധ്യതയില്ല. അതെന്താന്നുള്ളത് പരിശോധിക്കാം. ജോലിക്ക് വരാൻ പാടില്ലെന്ന്, അതാ പ്രശ്നം. ഇന്ന് ജോലിക്ക് വരാൻ പാടില്ല. എന്തിനാത്? അത് വേറെ കാര്യമല്ലേ. എന്തിനാണ്? ഞാനതല്ലേ പറയുന്നത്. ഈ പണിമുടക്കിന്റെ ഏതാവശ്യത്തോടാണ് അവർക്ക് എതിർപ്പ്? അവർ പറയട്ടെ. തൊഴിലാളി നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഇതിൽ ചോദിക്കുന്നത് വലിയ സങ്കടമാണ്. നിങ്ങളൊക്കെ ഈ പണിമുടക്കിനോട് സഹകരിച്ച് നിലപാടെടുക്കുന്നവരാണ്. 5 മാസക്കാലമായി ഈ പണിമുടക്കിന് വേണ്ടി ക്യാമ്പയിൻ നടക്കുന്ന ഒരു തൊഴിലാളി, അവരെ മുമ്പിൽ ഈ പണിമുടക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രതികരണങ്ങളുണ്ടാകും. അത്രേ കണക്കാക്കേണ്ടതുള്ളൂ. അത് മാനുഷികമായിട്ട്
മനുഷ്യ സാഹചര്യമാണെന്നുള്ള നിലയ്ക്ക് കണക്കാക്കി. മെഡിക്കൽ കോളേജിലേക്ക് രോഗികളൊന്നും മെഡിക്കൽ കോളേജിൽ നമ്മൾ നിങ്ങളൊക്കെ കേട്ടറിവല്ലേ പറയുന്നത്? വാർത്ത എന്നുള്ള നിലയിൽ മാത്രം അങ്ങനെ അതിന് വാർത്ത എന്നുള്ള നിലയിൽ മാത്രം അതിന് സ്ഥിരീകരണം നൽകുന്നത് ശരിയല്ല. ഞാൻ പറയുന്നതാണ് പറഞ്ഞാൽ, ഈ ആശുപത്രി, വെള്ളം, പത്രം, പിന്നെ എല്ലാം ഇതിനകത്ത് ഒഴിവാക്കിയില്ലേ? പണിമുടക്കുന്ന ഒഴിവാക്കിയില്ലേ? അതുകൊണ്ട് ഒരു ആശുപത്രിയിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ തടയാൻ പാടില്ല. അതാണ് നിലപാട്. ആ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യത്യസ്തമായ ആരെങ്കിലും നിലപാട് നമുക്ക് പരിശോധിക്കാമെന്നേ പറയാൻ കഴിയുള്ളൂ. തുടർന്നും ആശുപത്രിയിൽ ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് പണിമുടക്കിലുള്ളവരുടെ നിലപാട്. അത് തുടർന്നുള്ള കാര്യങ്ങൾ ഈ പണിമുടക്ക് രംഗത്തുള്ള പ്രവർത്തകന്മാർ അത് ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കാം. ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം നിയമങ്ങൾ പാലിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. ഭരണരംഗത്തുള്ളവർക്ക് പ്രത്യേകിച്ചും അതിനുള്ള ഉത്തരവാദിത്വം. അതിന് സാധാരണ നിലയിൽ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുമ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കണം. പിന്നെ ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും അംഗീകരിക്കേണ്ടതാണ് ഇന്ത്യൻ ഭരണഘടന. ഭരണസ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പ്രത്യേകമായി ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാൻ. ഇവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ദൗർഭാഗ്യകരമായ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. ആദരണീയനായ ഗവർണറുടെ നിലപാടിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഭരണഘടനക്കനുസൃതമാണ്. ഭരണഘടനയിൽ എവിടെയാ ഭാരതാംബയുള്ളത്? ഭരണഘടന നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ. ഞാൻ ഈ ഭാരതാംബയുടെ പ്രശ്നം വളരെ വിവാദമായ സമയത്ത് ഞാൻ ഭരണഘടന ആകെ എടുത്ത് നോക്കി. എവിടെയെങ്കിലും ഇതുണ്ടോ? എവിടെയെങ്കിലും പരാമർശമുണ്ടോ? അങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ. ഭാരതാംബ ഞാൻ കാണുന്നത് RSSന്റെ പരിപാടികളിലാണ്. RSSന്റെ പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഒരു സ്ത്രീയുടെ രൂപത്തെ ഒരു സങ്കല്പമായിട്ട് പ്രതിഷ്ഠിക്കാറുണ്ട്. അത് അവർക്ക് ചെയ്യാം. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവരുടെ സംഘടനാ രീതിക്കനുസരിച്ച് കാര്യങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്. അതാർക്കും ചോദ്യം ചെയ്യാനൊന്നും ചോദ്യം ചെയ്യാം, പക്ഷെ അത് അംഗീകരിച്ചൊള്ളുന്നില്ല. ഇതാണ് നടക്കുന്നത്. പക്ഷേ അത് നിയമസഭയ്ക്കകത്ത് പാടുണ്ടോ? രാജ്ഭവനകത്ത് പാടുണ്ടോ? ഇതാണ് പ്രശ്നം. അത് തുടങ്ങി യൂണിവേഴ്സിറ്റിയിൽ അനധികൃതമായിട്ട് നിയമനം നടത്തുക, നിയമവിരുദ്ധമായ നിയമനം നടത്തുക. ആ നിയമവിരുദ്ധമായ നിയമനം നടത്തിയതിനെയാണ് സിൻഡിക്കേറ്റ് അത് തെറ്റിന് തിരുത്തലിന് വിധേയമാക്കി സിൻഡിക്കേറ്റ്. അതാണ് ഇന്നലെ കേരളത്തിൽ നടന്നത്. മെനഞ്ഞാന്ന് അത്തരം ഒരു തീരുമാനം അവരെടുത്തു. കോടതിയും സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ അംഗീകരിച്ചു. അത് അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രശ്നത്തിൻ്റെയും ഇല്ല, കലാപത്തിൻ്റെ പ്രശ്നമില്ല. നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വവും ഇടപെടലുമാണ് SFI കേരള സർവകലാശാലയ്ക്കകത്ത് നടത്തിയിട്ടുള്ളത്.